നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ മാജിക്കൽ ഡ്രിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. മുടി നന്നായിട്ട് വളരാനും നിറം വയ്ക്കാനും. ഇപ്പം നിറം വയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ വെളുക്കുക എന്നുള്ളതൊന്നല്ല കേട്ടോ. ഏത് നിറമായാലും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. ഇപ്പോൾ ഏത് നിറമായാലും ആ നിറം ഒന്ന് ബ്രൈറ്റൻ ആവാൻ, അതായത് ഒരു തെളിച്ചം വരിക, ഒരു പ്രകാശം വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഒരു മുഖത്തിനൊരു തെളിച്ചം വരാനും സ്കിന്ന് നന്നാവാനും പിന്നെ നല്ലൊരു എനർജി, ദിവസം മുഴുവൻ ഒരു നല്ല എനർജിയോടുകൂടി ജോലിയൊക്കെ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണിത്. അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇതാണ് കേട്ടോ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നെല്ലിക്ക. അപ്പം ഒരുപക്ഷെ എല്ലാവരും കുടിക്കുന്നതൊക്കെ ആയിരിക്കാം, പക്ഷെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നെല്ലിക്കയുടെ ജ്യൂസ് ഞാൻ കുടിക്കാൻ തുടങ്ങിയ സമയത്ത് അറിയില്ലായിരുന്നു ഇത്രമാത്രം പ്രകടമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത്. കാരണം നല്ലതാണ്, നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ. നമുക്ക് ഗൂഗിളിൽ തന്നെ ചെയ്ത് നോക്കിയാൽ അറിയാം എന്തുമാത്രം ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ നെല്ലിക്ക എന്നുള്ളത്. പക്ഷേ ഇതിന് പ്രകടമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായത് ശരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. മുടിക്ക് ഒരിച്ചിരി ഒന്ന് നല്ല ഒരു നീളം വന്നതായിട്ടൊക്കെ തോന്നും. സ്കിന്ന് നന്നായിട്ട് നല്ലൊരു മുഖത്തിനൊരു തെളിച്ചം ഒക്കെ തോന്നും. പിന്നെ അത് മാത്രമല്ല ദിവസം മുഴുവൻ നല്ല എനർജി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയത് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്ഷീണമായിരുന്നു ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ഇത് കുടിച്ച സമയത്ത് ക്ഷീണം മാറുന്നു, പക്ഷെ ശരിക്കും ക്ഷീണം മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബെനിഫിറ്റ് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തപ്പം അവരിലും ആ ഒരു വ്യത്യാസം എനിക്ക് കാണാനായിട്ട് പറ്റി. ഒന്നുമില്ല, പ്രത്യേകിച്ച് വലിയൊരു റെസിപ്പി ആയിട്ട് കാണിക്കാൻ മാത്രമൊന്നുമില്ല. എന്നാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും കുടിക്കാം, കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കൊക്കെ കുടിക്കാം. പക്ഷേ ഒരു കൂട്ടർക്ക് മാത്രമേ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ പറ്റില്ല. വാതരോഗം ഉള്ളവർ കുടിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അതും എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. തണുപ്പല്ലേ, നല്ല തണുപ്പാണ്. എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല തണുപ്പാണ്. അപ്പം നമുക്ക് വാതരോഗമൊക്കെ ഉള്ളവർക്ക് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു വേദന ചെറുതായിട്ട് അധികമാവുന്നതായിട്ട് കാണും. എനിക്കങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുടിക്കാറില്ല. ഇപ്പം പണ്ട് സ്ഥിരമായിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് എന്നാലും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണുമ്പോൾ ഇടയ്ക്കൊന്ന് കുടിക്കണം തോന്നുന്നു, ഞാൻ കുടിക്കാറുമുണ്ട്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വിവരം ഞാൻ അറിയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാതരോഗമുള്ളവർ, ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ കുടിക്കാതിരിക്കുകയാണ് നല്ലത്. കുടിച്ച് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും പ്രോബ്ലം തോന്നുമ്പോൾ അതങ്ങ് നിർത്തിയാൽ മതി, പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ ഇതിന് ഒരു നെല്ലിക്ക പോരാ കേട്ടോ, 3 നെല്ലിക്ക വേണം. അപ്പോൾ വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ 4 നെല്ലിക്കയൊക്കെ എടുക്കാം. അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു 3 നെല്ലിക്കയും മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്കയുടെ ആ ഒരു വരയില്ലേ, ആ വര കാണുന്നിടത്തൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് തിരിക്കുമ്പോഴത്തേക്കും അങ്ങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 3 എണ്ണം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചെറിയ നെല്ലിക്കയാണെങ്കിൽ ഒരു 4 എണ്ണം ഒക്കെ എടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ മാക്സിമം സത്ത് ഊറ്റിയെടുക്കാം. രണ്ടാമത്തതും അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. റോക്ക് സോൾട്ട് ആണെങ്കിൽ നല്ലത്, അല്ല സാധാരണ ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഉപ്പിന് പകരം നമുക്ക് തേൻ ഒഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേൻ ഒഴിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ഉപ്പിട്ടിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്ക് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞ റെസിപ്പി ആയിട്ട് കാണിക്കാൻ മാത്രമൊന്നുമില്ലാന്ന്. ഇതിപ്പോൾ എപ്പോൾ വേണേലും കുടിക്കാം കേട്ടോ. രാവിലെ കുടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരം കുടിച്ചാലും മതി. ഞാൻ സാധാരണ വൈകുന്നേരം ഓഫീസൊക്കെ വിട്ട് വരുന്ന സമയത്തായിരുന്നു ഇത് കുടിക്കാറുണ്ടായിരുന്നത്. പിന്നെ ഇത് ദിവസവും കുടിക്കണം കേട്ടോ. ദിവസവും കുടിച്ചാലേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാതെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് അരിക്കാതെ അങ്ങ് കുടിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെനിഫിറ്റ് കൂടുതലുള്ളത്. കാരണം ആ ഒരു ഫൈബറും കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഏറ്റവും നല്ലത്. പക്ഷേ കുടിക്കുന്ന സമയത്ത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ തൊണ്ടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് സാധാരണ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇറങ്ങി പോണ പോലെ തോന്നില്ല. പക്ഷേ ഇങ്ങനെ കുടിക്കാൻ പറ്റുവാണെങ്കിൽ ഇതാണ് ബെസ്റ്റ്. അതിപ്പോൾ പറ്റാത്തവർക്കാണെങ്കിൽ ഇതുപോലെ അരിച്ചെടുത്ത് നമുക്ക് തേനോ അല്ലെങ്കിൽ ഉപ്പോ ചേർത്തിട്ട് കുടിക്കാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആ ഒരു മാജിക്കൽ ഡ്രിങ്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, കുടിക്കുക. വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്. കുടിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.